റോബർട്ട് ഗ്രീനിന്റെ 48 നിയമങ്ങൾ ഓഫ് പവർ എന്ന പുസ്തകത്തിലെ 12ാമത്തെ നിയമം, സത്യസന്ധയും ഔദാര്യവും ഉപയോഗിച്ച് നിങ്ങളുടെ ഇരയെ നിരായുധനാക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ പുസ്തകത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം. അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുക. അധികാരത്തിന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തിയേക്കാം. ആയതിനാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. ഈ നിയമത്തിന്റെ പ്രധാന ആശയം, നിങ്ങൾ മറ്റൊരാളെ വഞ്ചിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അവരുടെ വിശ്വാസം നേടിയെടുക്കുക എന്നതാണ്. സത്യസന്ധനും ഉദാരനുമാണെന്ന് നടിക്കുന്നതിലൂടെ നിങ്ങൾ അവരുടെ സംശയങ്ങളെ ഇല്ലാതാക്കുകയും നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം മറച്ചുവെക്കുകയും ചെയ്യുന്നു. ചെറിയ സമ്മാനങ്ങളോ സത്യസന്ധമായ സംഭാഷണങ്ങളോ ഉപയോഗിച്ച് ആളുകളുടെ വിശ്വാസം നേടിയെടുക്കുന്നതിലൂടെ അവർ നിങ്ങളെ സംശയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു നല്ല വ്യക്തിയായി കാണുന്നു. അതിലൂടെ നിങ്ങൾക്ക് അവരെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. ഈ നിയമം ഉപയോഗിക്കാനുള്ള ചില വഴികൾ ഇതാ. നിഷ്കളങ്കമായ സമ്മാനങ്ങൾ. ഒരു കാര്യത്തിന് സഹായം ചോദിക്കുന്നതിനു മുൻപ് ഒരു ചെറിയ സമ്മാനം നൽകുക. ഇത് നിങ്ങളുടെ ആത്മാർത്ഥതയുടെ സൂചനയായി അവർ കണക്കാക്കും. വിശ്വസ്തയുടെ മുഖംമൂടി. നിങ്ങൾ ഒരു നല്ല സുഹൃത്തോ സഹായിയോ ആണെന്ന് തോന്നിപ്പിക്കുക. ഇത് നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളെ മറച്ചുവെക്കാൻ സഹായിക്കും. സത്യം പറയുക. ചിലപ്പോൾ സത്യം പറയുന്നതിലൂടെ ആളുകളുടെ വിശ്വാസം നേടാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ പറയുന്ന സത്യം നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ സത്യമാകരുത്. ചുരുക്കത്തിൽ, 12ാമത്തെ നിയമം നിങ്ങളുടെ ശത്രുക്കളെ ഒരു കെണിയിലേക്ക് ആകർഷിക്കാൻ സത്യസന്ധതയും ഔദാര്യത്തെയും ഒരു ഉപകരണമായി ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നു. ഇത് വളരെ അപകടകരമായ ഒരു തന്ത്രമാണ്, കാരണം ഇത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ വ്യക്തമാക്കാൻ ചില ഉദാഹരണങ്ങൾ നോക്കാം. ഫ്രഞ്ച് രാജാവും സ്പാനിഷ് കപ്പലുകളും. ഫ്രാൻസിസ് ഒന്നാമൻ രാജാവ് സ്പെയിനിന്റെ കപ്പൽശാലകളെ രഹസ്യമായി ചാരപ്പണി ചെയ്യാൻ ഒരു നയതന്ത്രജ്ഞനെ അയച്ചു. എന്നാൽ ഈ നയതന്ത്രജ്ഞൻ അവിടെ ഒരു നല്ല സുഹൃത്തായി പെരുമാറി. സ്പെയിനിലെ ഉദ്യോഗസ്ഥരുമായി സൗഹൃദം സ്ഥാപിക്കുകയും അവർക്ക് ചെറിയ സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. ഇത് കാരണം അവർക്ക് നയതന്ത്രജ്ഞനെ സംശയം തോന്നിയില്ല. അങ്ങനെ അയാൾക്ക് എല്ലാ വിവരങ്ങളും ശേഖരിക്കാൻ കഴിഞ്ഞു. ജൂലിയസ് സീസർ. സീസർ തന്റെ രാഷ്ട്രീയ എതിരാളികളെ നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം അവരെ തന്റെ അടുത്ത് കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചു. അവർക്ക് സ്ഥാനങ്ങളും സമ്മാനങ്ങളും നൽകി. ഇത് കാരണം അവർ സീസറിനെ വിശ്വസിക്കുകയും സീസറിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളെക്കുറിച്ച് അവർക്ക് സംശയം തോന്നാതിരിക്കുകയും ചെയ്തു. മൈക്കിൾ കോളിൻസ്. ഐറിഷ് സ്വാതന്ത്ര്യ സമര നേതാവായിരുന്ന മൈക്കിൾ കോളിൻസ് ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയുമായി പലപ്പോഴും ഒത്തുതീർപ്പുകളിലേർപ്പെട്ടിരുന്നു. എന്നാൽ ഈ ഒത്തുതീർപ്പുകളുടെ മറവിൽ അദ്ദേഹം ബ്രിട്ടീഷ് സേനയുടെ രഹസ്യവിവരങ്ങൾ ചോർത്തി. ഈ തന്ത്രം അദ്ദേഹത്തിന് തന്റെ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിച്ചു. സിനിമയിലെ ഉദാഹരണങ്ങൾ. ദി ഗോഡ്ഫാദർ സിനിമയിൽ ഡോൺ വീറ്റോ ആളുകളെ സഹായിക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുന്നു, എന്നാൽ അതിന്റെ പിന്നിൽ അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ടാവും. ഈ സഹായം ലഭിക്കുന്ന ആളുകൾക്ക് ഡോണിനെ വിശ്വസിക്കേണ്ടി വരുന്നു, അങ്ങനെ അദ്ദേഹം അവരെ നിയന്ത്രിക്കുന്നു. ദ ഡാർക്ക് നൈറ്റ് ജോക്കർ എന്ന വില്ലൻ ഗോതം നഗരത്തിലെ ജനങ്ങളെ സഹായിക്കാനെന്ന വ്യാജേന അവരുടെ വിശ്വാസം നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം നഗരത്തിൽ അരാജകത്വം സൃഷ്ടിക്കുക എന്നതാണ്. ഹാനിബൽ. ഡോക്ടർ ഹാനിബാൾ ലെക്ടർ ഒരു മനോരോഗ വിദഗ്ധനാണ്. FBI-ക്ക് കുറ്റവാളികളെ പിടികൂടാൻ ഹാനിബാളിനെ ആശ്രയിക്കേണ്ടിവരുന്നു. ഹാനിബാൾ അവരുടെ വിശ്വാസം നേടിയെടുക്കുകയും അതിനുശേഷം അവരെ വഞ്ചിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ. വിക്ടോറിയൻ കാലഘട്ടത്തിലെ കഥ പറയുന്ന ഈ സിനിമയിൽ ഹിപ്പ് എന്ന കഥാപാത്രം തന്റെ പിതാവിനെ സഹായിക്കാനെന്ന വ്യാജേന ഒരു ഡ്രാഗണെ വളർത്തുന്നു. എന്നാൽ ഹിപ്പിന്റെ യഥാർത്ഥ ലക്ഷ്യം തന്റെ പിതാവിനെ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതാണ്. ദ മാട്രിക്സ്. മോർഫിയസ് എന്ന കഥാപാത്രം നിയോയെ മാട്രിക്സിൽ നിന്ന് പുറത്തുവരാൻ സഹായിക്കുന്നു. എന്നാൽ നിയോയ്ക്ക് മോർഫിയസിനെ പൂർണ്ണമായി ആശ്രയിക്കേണ്ടിവരുന്നു. മോർഫിയസ് നിയോയുടെ വിശ്വാസം നേടിയെടുത്ത് നിയോയെ തന്റെ ടീമിൽ ചേർക്കുന്നു. ടൈറ്റാനിക്. ജാക്ക് എന്ന കഥാപാത്രം റോസ് എന്ന സമ്പന്നയായ യുവതിയെ സഹായിക്കുന്നു. റോസ് ജാക്കിനെ ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ ബന്ധം കൂടുതൽ ശക്തമാകുന്നു. ദ ഹംഗർ ഗെയിംസ്. കാറ്റ്നിസ് എന്ന കഥാപാത്രം ഗെയിംസിൽ അതിജീവിച്ച് ഒരു സൂപ്പർ സ്റ്റാറായി മാറുന്നു. അവൾ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകളെ സഹായിക്കുകയും അതിലൂടെ അവരെ തന്നിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. ഇത് അവർക്ക് ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ സഹായിക്കുന്നു. ഈ ഉദാഹരണങ്ങൾ 12ാമത്തെ നിയമം എങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാമെന്ന് കാണിക്കുന്നു. സത്യസന്ധയും ഔദാര്യവും ഒരു ആയുധമായി ഉപയോഗിച്ച് ആളുകളെ വഞ്ചിക്കാൻ സാധിക്കുമെന്ന് ഈ ഉദാഹരണങ്ങൾ വ്യക്തമാക്കുന്നു.